കോഴിക്കോട് പറമ്പിൽ ബസാർ സ്വദേശി അർഷാദിനെ ശനിയാഴ്ച പുലർച്ചെയാണ് ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. ഈങ്ങാപ്പുഴ പൂലോടുള്ള ഭാര്യ വീട്ടിലായിരുന്ന അർഷാദ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ അടിവാരത്തേക്കെന്നും പറഞ്ഞാണ് പുറപ്പെട്ടത്. സുഹൃത്തിന്റെ കാറിലായിരുന്നു അർഷാദിന്റെ യാത്ര. അർഷാദ് തിരിച്ചെത്താതിരുന്നതോടെ വീട്ടുകാർ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു. പുലർച്ചെയോടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ശനിയാഴ്ച ഉച്ചയോടെ വിളിച്ചപ്പോൾ തടങ്കലിലാണെന്നും 10 ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ വിട്ടയക്കൂ എന്ന് പറഞ്ഞു. തുടർന്നാണ് അർഷാദിന്റെ ഭാര്യ താമരശ്ശേരി പോലീസിൽ പരാതി നൽകുന്നത്. താമരശ്ശേരി ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അയൽ ജില്ലകളിൽ ഉൾപ്പെടെ അന്വേഷണം നടത്തിവരികയായിരുന്നു. പോലീസ് അന്വേഷിക്കുന്നെന്ന് മനസ്സിലാക്കിയ സംഘം തിങ്കളാഴ്ച രാത്രിയോടെ അർഷാദിനെ വയനാട്ടിൽ ഉപേക്ഷിച്ചു. വൈത്തിരിയിലെ റിസോർട്ടിലാണ് ഇയാളെ പാർപ്പിച്ചിരുന്നതെന്നാണ് സൂചന. അർഷാദ് വിളിച്ചതിനെ തുടർന്ന് പിതാവ് തന്നെയാണ് വിവരം പോലീസിൽ അറിയിച്ചത്. പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ പറഞ്ഞാൽ 10 പേരുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ തട്ടിക്കൊണ്ടുപോയല്ലേ, ഒരു 2 കാറ്, ഒരു ലോറി, ഇതെല്ലാം കൂടെ വന്നിട്ടാണ്. ഡീറ്റെയിൽസ് പറയാറായിട്ടില്ല, വെരിഫിക്കേഷൻ നടക്കുന്നുള്ളൂ. കാണാതായ അർഷാദിനെ കണ്ടെത്തിയിട്ടുണ്ട്. വൈദ്യ പരിശോധന നൽകി പിന്നെ റിപ്പോർട്ട് എഴുതി ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കും. അർഷാദ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളുടെ പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ പൈസ ഈ അർഷാദ് കൊടുക്കണം എന്നുള്ളതാണ് ഡിമാൻഡ്. തുടർന്നാണ് അമ്പായത്തോട് സ്വദേശി അൽഷാജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 6ഓളം പേരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നും 10ഓളം പേർക്ക് കേസുമായി ബന്ധമുണ്ടെന്നും പോലീസ് പറഞ്ഞു. കൂടുതൽ പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.